കൗണ്ടർ അടിക്കുന്ന ആളാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം പിഷാരടിയുടെ പോപ്പുലാരിറ്റി. അവരെക്കാളും വലിയ കമ്മ്യൂണിസ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള വിലയിരുത്തൽ. വൺസ് ഇലക്റ്റഡ് ഫോർ ലൈഫ് ടൈം എന്നാണ്. അതിപ്പോൾ പുതുപ്പള്ളി ആണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, വടകര വിട്ടോടും. അത് വേറെ കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഏറ്റവും രൂക്ഷമായി വിമർശിച്ച ഒരാളാണ് സരി. പിന്നീട് CM-നെ കാണുമ്പോൾ ഒരു ചളിപ്പുണ്ടായിരുന്നു, ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. ആ ചളിപ്പ് CM ആണ് മാറ്റി തന്നത്. കോൺഗ്രസ് വിട്ട ശേഷം കോൺഗ്രസ് നേതാക്കളുടെ നമ്പർ എന്താ ചെയ്തത്? ഇതിലുണ്ടല്ലോ, എടുത്ത് നോക്കാം. ആരാ എന്താ ചിലരുണ്ട് നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഹലോ ആരാ പിന്നെ വിളിക്കും. കോൺഗ്രസിൽ അതാണ്, ആരാന്ന് ചോദിക്കുമ്പോൾ നമ്പറൊക്കെ ഉണ്ട്, പക്ഷെ ആരാന്ന് ചോദിച്ചാലേ ഇവൻ നേതാവും അവൻ അണിയും ആവുള്ളൂ. അതിപ്പോ സീറ്റ് കിട്ടിയാലുള്ള ഒരു സന്ദീപ് വാര്യരുണ്ട്, കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിലുള്ള ഒരു സന്ദീപ് വാര്യരുണ്ട്. ഇതിലിപ്പോ ഏത് വാര്യരെ പറ്റിയാ പറയും? അതിനൊന്നേ ഉള്ളൂ, എന്താടോ വാര്യരെ നന്നാവാത്ത. അപ്പോൾ പാർട്ടി മാറിങ്ങോട്ട് വന്നപ്പോൾ അയാളും കൂടി എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ അയാൾ ഒപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിരുന്നു. ഞാൻ പോകുന്നുണ്ട്, നീ അല്ല, അങ്ങനെ ചോദിക്കാൻ അല്ലല്ലോ നമ്മൾ പൊളിറ്റിക്സിൽ, അങ്ങനെയല്ല. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട MLA മാറി എന്നുള്ളതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ആ MLAയുടെ റീ എൻട്രിക്ക് വേണ്ടുന്നതാണ് എക്സിറ്റിന്റെ സമയത്തെ പ്ലാൻ ചെയ്യുന്നത്. നുണേശനാണല്ലോ, അപ്പൊ പിന്നെ നുണേശന്റെ നുണകൾ അല്ലെങ്കിൽ നുണേശന്റെ കഥകൾ എന്ന് പറഞ്ഞു തന്നെ പറയാ. അത്രയും നുണ പറയുന്ന ഒരാളാണോ നമ്മുടെ പ്രതിപക്ഷ നേതാവ്? അധികം കളിക്കണം. ഇപ്പൊ BJPയുടെ ക്യാമ്പയിൻ നമ്മൾ അവരെ വിട്ടുകൂടെ പോരുന്നില്ലേ? അവർക്ക് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഒരു ക്യാമ്പയിൻ എന്താണെന്നറിയോ? ഈ MLA മടുത്തില്ലേ നിങ്ങൾക്ക്, മാറ്റണം നമുക്ക് ഈ MLA. 150 സ്ഥലത്ത് ഒന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്കൊക്കെ കേരളത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിമർശിച്ചിരുന്ന ആളാണ്. അത് ആവർത്തിച്ച് ബോധ്യം വരുന്ന സംഭവവികാസങ്ങൾ ഈ 1.5 വർഷത്തിനിടയിൽ ഉണ്ടായി. ഇപ്പൊ പാലക്കാടാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടാണ്. ഇപ്പൊ UDF ഏകദേശം രമേശ് പിഷാരടിയാണ് വരിക എന്നുള്ളൊരു സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. രമേശ് പിഷാരടിക്ക് ഒരു 2 ഇമേജ് ഉണ്ട് മലയാളികളുടെ ഉള്ളിൽ. ഒന്നൊരു അഭിനേതാവാണ്, രസകരമായി നമ്മളെ ചിരിപ്പിക്കുന്ന ഒരാളാണ്, അതേപോലെ തന്നെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അപ്പൊ പിഷാരടിയുടെ ഈ ഒരു ഇമേജ് LDF എത്രത്തോളം തകർക്കാൻ സാധിക്കും? കൗണ്ടർ അടിക്കുന്ന ആളാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം പിഷാരടിയുടെ പോപ്പുലാരിറ്റി. അത് കോൺഗ്രസിനെ കൗണ്ടറാവാതിരുന്നാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. പൊളിറ്റിക്കൽ മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് ഫീൽ ചെയ്താണല്ലോ അതിൻ്റെ ഒരു ഹീറ്റ്. പാലക്കാടിൻ്റെ ചൂട് ഈ മാസത്തിൽ കൂടാൻ പോവുകയാണ് അല്ലെങ്കിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ വീണ്ടാമതും, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഇപ്പോൾ 2, 3 ഒന്നും നമ്മൾ പറയാറില്ല, വീണ്ടാമതും എന്നല്ലേ പറയുക. അപ്പോൾ വീണ്ടാമതും പുറത്തുനിന്നുള്ള ഒരു കാൻഡിഡേറ്റിനെയൊക്കെ കോൺഗ്രസ് അവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്ന് ഭയങ്കര ഡൗട്ട്. അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് BJPയെ ജയിപ്പിക്കണമെന്ന്, അവിടുത്തെ മതേതരവാദികൾക്ക് BJPയുടെ MLA ഉണ്ടാകണമെന്ന് ഒരു തരിമ്പ് പോലും ആഗ്രഹമില്ല. അവിടുത്തെ 65%, 3-ൽ 2 വോട്ടർമാരും BJP വിരുദ്ധരാണ്. അതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ. ആ 3-ൽ 2 വോട്ട്, ഒരു വോട്ട് CPM-നും, ഒരു വോട്ട് കോൺഗ്രസിനും, ഒരു വോട്ട് BJPക്ക് ആയാൽ എല്ലാവർക്കും തുല്യ നിലയാണ്. പക്ഷേ അതങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് UDF ജയിച്ച് കയറിയിരുന്നത്. പക്ഷേ പിഷാരടിയുടെ വരവോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ കൂടുതൽ പൊളിറ്റിക്കലായി കാണാൻ ആ മണ്ഡലം ഇഷ്ടപ്പെടും. BJPയെ തോൽപ്പിക്കേണ്ടുന്ന സാധ്യതയിലേക്ക് CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്ത് കോൺഗ്രസ് തന്നിട്ടുണ്ട്. അതിന് വലിയ നമസ്കാരം. പിഷാരടിയുടെ കൗണ്ടറുകളൊന്നും ഫലിക്കില്ലെന്ന് നമുക്ക് കൗണ്ടർ അടിക്കാമല്ലോ. സരിനെ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു കൊമറേഡ്ഷിപ്പ് ആണല്ലോ ഇപ്പോൾ, അത് എത്രത്തോളം ആണ്? എന്റെ മുഖത്ത് തെളിച്ചം കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇത് മേക്കപ്പ് ഒന്നും അല്ലല്ലോ, ഇത് തെളിച്ചമാണ്, ഉള്ളിൽ നിന്ന് വരുന്ന തെളിച്ചമാണ്. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. ഒരു സീറ്റിനെ മുൻനിർത്തി പാർട്ടി മാറിയ ഒരാളെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിൽ നിലയുറപ്പിക്കുന്ന മനുഷ്യരെങ്ങനെ കാണുന്നു. പക്ഷെ അവർക്ക് എൻ്റെ കണ്ണിലെ തെളിച്ചത്തിൽ നിന്ന് പലതും റീഡ് ചെയ്യാൻ പറ്റിയത് ആ ക്യാമ്പയിൻ്റെ സമയത്ത് തന്നെ റീഡ് ചെയ്യപ്പെട്ടു കേരളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംശയിച്ചിരുന്ന മനുഷ്യർ പോലും ക്യാമ്പയിൻ കഴിയുമ്പോൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു സരിൻ വന്നത് വെറും ഒരു എന്താ പറയുക സീറ്റിൻ്റെ വാദത്തിന് വേണ്ടിയല്ല എന്ന്. പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ കൊണ്ട് പൂർണ്ണമായും അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാൻ അവരെക്കാളും വലിയ കമ്മ്യൂണിസ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള വിലയിരുത്തൽ. കാരണം അതൊരു വേ ഓഫ് ലൈഫാണ്. അതങ്ങ് ആസ്വദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദർ ഇസ് നോ എന്താ പറയുക കമ്മിങ് ബാക്ക് ഫ്രം ഇറ്റ്. അതങ്ങ് അടിയുറച്ചായി പോകും. എന്ത് മാറ്റം വന്നു ജീവിതത്തിൽ? ഒരു കൂടുതൽ ഡിസിപ്ലിൻഡ് ആയി,
എന്തും എവിടെയും വിളിച്ചു പറയുന്നത് അല്ല പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കി, പറയേണ്ടവരാണ് പറയേണ്ടത് എന്ന് മനസ്സിലായി, പറയേണ്ട സമയത്ത് പറയേണ്ടുന്ന വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ മതി എന്ന് ബോധ്യം വന്നു. ഒരുപക്ഷെ കൂടുതൽ കൃത്യമായി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലേക്കൊക്കെ കേരളത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിമർശിച്ചിരുന്ന ആളാണ്. പക്ഷേ അത് ആവർത്തിച്ച് ബോധ്യം വരുന്ന സംഭവവികാസങ്ങൾ ഈ 1.5 വർഷത്തിനിടയിലുണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഇറാൻ കോൺഫ്ലിക്റ്റ് വരെ, ഇറാനെ അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായി ആക്രമിച്ചില്ലാതെയാക്കാൻ ശ്രമിക്കുന്നതിൽ വരെ ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒറ്റ അഭിപ്രായം. ഇത് എറണാകുളത്തെ കോൺഗ്രസിൻ്റെ അഭിപ്രായമായിരിക്കില്ല മലപ്പുറത്തെ കോൺഗ്രസ്സിന്. അപ്പോഴാണ് ലോകത്തെ 200ഓളം വരുന്ന രാജ്യങ്ങളിൽ പാർട്ടി മെമ്പർഷിപ്പുള്ള സകല മനുഷ്യർക്കും ഒരൊറ്റ അഭിപ്രായമുള്ളത്, അതാണ് പാർട്ടി. ഇപ്പം കോൺഗ്രസിലുള്ള സമയത്ത് മുഖ്യമന്ത്രി ഏറ്റവും രൂക്ഷമായി വിമർശിച്ച ഒരാളാണ് സരിൻ. പിന്നീട് CM-നെ കാണുമ്പോൾ ഒരു ചളിപ്പുണ്ടായിരുന്നു, ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ചളിപ്പ് CM ആണ് മാറ്റി തന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അത് എല്ലാ കാലത്തും എനിക്ക് അങ്ങനെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇൻട്രാക്ഷനിൽ തന്നെ ഇലക്ഷൻ്റെ ഇടയിൽ തന്നെ CM അവിടെ 6 പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ 2 ദിവസം മാറ്റിവെച്ച് വന്ന സമയത്ത് തന്നെ ആ ചളിപ്പിനെ CM മാറ്റി തന്നു. എങ്ങനെയാ മാറ്റിയ? എന്താ അത് പറയില്ല. ഓഫ് ദ റെക്കോർഡ് ഞങ്ങളോട് ആഗ്രഹങ്ങൾ പലതും ഓൺ ദ റെക്കോർഡ് ആവും അവസാനം. അത് ഒരു എന്താ പറയുക ആ 80 വയസ്സിൻ്റെ ഇരുത്തം വന്നൊരു മനുഷ്യന് ഒരു 40 വയസ്സുകാരനോട് പറയാനുള്ള വാക്കുകളാണ്. അത് അദ്ദേഹം പറഞ്ഞു, ഞാനത് എനിക്ക് കൂടുതൽ സന്തോഷം നൽകി, അത്രയേ ഉള്ളൂ. കോൺഗ്രസ് വിട്ട ശേഷം കോൺഗ്രസ് നേതാക്കളുടെ നമ്പർ എന്താ ചെയ്തത്? ഇതിലുണ്ടല്ലോ, അതെടുത്ത് നോക്കാം. അതായത് സാധാരണ ഈ ഒരു സ്റ്റാറ്റസ് വ്യൂവേഴ്സ് ആയിട്ട് അവരുടെ സ്റ്റാറ്റസ് ഞാൻ കാണുന്നു, ഇവരുടെ സ്റ്റാറ്റസ് നമ്മൾ അങ്ങനെ സ്റ്റാറ്റസ് വ്യൂവേഴ്സ് ആയിട്ട് മാത്രം. അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആദ്യത്തെ ഇലക്ഷൻ്റെ സമയത്തിന് ശേഷമൊക്കെ ഫോണിൽ 10-20,000-ലേറെ വാട്സാപ്പ് കോൺടാക്റ്റ് ഉണ്ട്. അതും 2 ഫോണിലും സിങ്ക് ചെയ്യാതെ ഞാൻ കൊണ്ടു നടക്കുന്ന. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 40,000 വാട്സാപ്പ് നമ്പർ കയ്യിലുള്ള ഒരാളാണ് ഞാൻ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. മനുഷ്യരെ കാണുമ്പോൾ, ഞാൻ പരിചയപ്പെടുമ്പോൾ, അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആ നമ്പർ ഞാൻ സേവ് ചെയ്യും. കാരണം അടുത്ത തവണ അവർ വിളിക്കുമ്പോൾ നിങ്ങളെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള ബഹുമാനം ഞാൻ അവർക്ക് കൊടുക്കും. അല്ലാതെ ആരാ എന്താ, ചിലരുണ്ട് നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഹലോ ആരാ കോൺഗ്രസ്സിൽ അതാണ്, ആരാന്ന് ചോദിക്കുമ്പോൾ നമ്പറൊക്കെ ഉണ്ട്, പക്ഷേ ആരാന്ന് ചോദിച്ചാലേ ഇവൻ നേതാവും അവൻ അണിയുമാവുള്ളൂ. ഈ മനോഭാവത്തിൽ പോകുന്ന ടീംസിനോട് ഒരുപക്ഷെ ആദ്യമായി പേരെടുത്ത് പറഞ്ഞതിൻ്റെ സന്തോഷം അന്ന് കോൺഗ്രസിൽ അണികൾ അനുഭവിച്ചത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആവർത്തിച്ച് ആവശ്യങ്ങൾക്ക് വിളിക്കും. ആ മനുഷ്യർ ഇപ്പോഴും ആവശ്യങ്ങൾക്ക് വിളിക്കുന്നത് എന്നെയാണ് എന്നുള്ളതിലുണ്ട് എൻ്റെ പൊളിറ്റിക്സ്. എന്നെ ആവശ്യങ്ങൾക്ക് വിളിച്ചിരുന്ന മനുഷ്യരിൽ കോൺഗ്രസ്സുകാരായിരുന്നതിൽ 99% ആളുകളും എന്നെ വിളിക്കാൻ, അത് ചിലപ്പോൾ മെഡിക്കലായിരിക്കാം ആവശ്യം, ഒരു ബാങ്കിലെ എന്തെങ്കിലും ലോണിൻ്റെ വിഷയത്തിൽ ഇടപെടാനായിരിക്കാം, പോലീസ് കേസായിരിക്കാം. സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ആളെന്നുള്ള രീതിയിൽ അതിന് വിളിക്കുന്നത് ഭരണത്തിലിരിക്കാത്തപ്പോഴും വിളിച്ചിട്ട് നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യലാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ രീതി. അത് ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് എനിക്ക് അവരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ കൂടുതൽ തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ കൂടി പറ്റുന്നു എന്നുള്ളതാണ്. ഇതോടെ സരിനെ ബ്ലോക്ക് ചെയ്യോ? എന്നെ ഫേസ്ബുക്കിലൊക്കെ ബ്ലോക്ക് ചെയ്തവരുണ്ടാകാം, പക്ഷെ കുറെ പേർക്കൊക്കെ കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും ഉണ്ടാകും. ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിച്ച മനുഷ്യരവർ. ഞാൻ ആരാണെന്നറിയാതെ എവിടെയോ ഇരുന്ന് കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൻ്റെ ഒരു രീതിക്ക് സപ്പോർട്ട് ചെയ്തു. അയാൾ പെട്ടെന്ന് അയാളുടെ നിലപാട് പറഞ്ഞ് പോകുമ്പോൾ അയാൾ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ആയിരിക്കും അവരുടെ കൺസേൺ. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരെന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. ആ പരിധി വിട്ട് പോകുന്ന ഒരു എന്താ പറയുക രീതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ശീലിച്ചു പോയി അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിക്കാം. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലെ നിലവാര തകർച്ച, സകല മനുഷ്യരെയും തെറി വിളിക്കുക, സ്വന്തം പാർട്ടിയിലെ സ്ത്രീകളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിന് ഒരു മടിയില്ലാതിരിക്കുക, അതിന് സൈബർ കൊട്ടേഷൻ കൊടുക്കുക. അതൊക്കെയാണ് കോൺഗ്രസ് പുനരാലോചിക്കേണ്ടത്. അത് ചെയ്താൽ അവർക്ക് നല്ലത്. സരിന്റെ ഒരു ഗ്രാഫ് എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം MBBS, പിന്നെ ഒരു സിവിൽ സർവന്റ്, കോൺഗ്രസ്, CPIM, ഇങ്ങനെ ഒരു 4 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് സരി ഇരുന്നിട്ടുള്ളത്. ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എവിടെ എത്തി നിൽക്കും? ഇതെല്ലാം എന്നെ ആരും കൊണ്ട് ഇരുത്തിയതല്ല, ഞാൻ അന്വേഷിച്ച് ചെന്ന് ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്തതാണ്. MBBS 2001 ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കേരളത്തിൽ 5 സർക്കാർ മെഡിക്കൽ കോളേജുകൾ മാത്രമുള്ള കാലമാണ്. അപ്പോൾ അന്ന് എൻട്രൻസ് എക്സാം എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. പ്രീ ഡിഗ്രി പഠിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ തലമുറ യൂത്തിൽ നിന്ന് മാറി എന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയാണ്. സങ്കടമായിട്ട് കിടക്കണ്ടല്ലേ? കാരണം ആലോചിച്ച് നോക്കൂ, അതൊരു സങ്കടം തന്നെ ആകണം കുട്ടികൾക്ക് എന്ന് പറയുന്ന ആളാണ് ഞാൻ. 16-ാമത്തെ വയസ്സിൽ
കോളേജ് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അതിപ്പോൾ ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. 18 വയസ്സിൽ തന്നെ അവർ പോകുമ്പോൾ ഇപ്പോഴും അവരുടെ പേടി മാറിയിട്ടില്ല. അന്നൊക്കെ തന്നെ അതങ്ങ് മാറും. ചേട്ടന്മാരും ചേച്ചിമാരുള്ള ക്യാമ്പസിലേക്കാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ പോണത്. അപ്പോൾ എൻട്രൻസ് എഴുതി അവിടേക്ക് എത്തുന്നത് നമ്മുടെ ചോയ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് സിവിൽ സർവീസിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത് ചോയ്സ് ആയിരുന്നു. പക്ഷേ എത്താൻ പറ്റുമോ നമുക്ക് അറിയില്ല. കാരണം അത് അതിലും ടഫറായിട്ടുള്ള കോമ്പറ്റീഷനാണ്. അന്ന് കിട്ടിയ റാങ്കിന് ഞാൻ ആ സർവീസിൽ ജോയിൻ ചെയ്യുന്നു. 5.5-6 വർഷം ഇരുന്ന ശേഷം ഞാൻ വീണ്ടും തീരുമാനിക്കുകയാണ്, അതും എൻ്റെ ചോയ്സാണ്, ഞാൻ ഇവിടെ ഇരിക്കേണ്ടത് അവസാനിപ്പിക്കാം. കാരണം ബ്യൂറോക്രസി എന്താണെന്ന് മനസ്സിലായി. ഇന്ത്യൻ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായി. നരേന്ദ്രമോദി ആദ്യമായി 2014 അധികാരത്തിലും വന്നു. അപ്പോൾ കൂടുതൽ മനസ്സിലായി. അപ്പോൾ ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നി. വേറെയാണ് ആകേണ്ടതെന്ന് ബോധ്യം വന്നു. അങ്ങനെയാണ് പൊതുപ്രവർത്തനം എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോയ്സ് മേക്കിംഗ് ആയിരുന്നു കോൺഗ്രസ്. അതിലെവിടെ നിൽക്കണം എന്നുള്ളതിൽ എവിടെ നിൽക്കരുത് എന്നുള്ളത് ബോധ്യമായി. അപ്പോൾ ഈ BJPയുടെ ഈ ഹിന്ദുത്വ വർഗീയ തീവ്രവാദ ലൈനിനെ എങ്ങനെയാണ്, ആരോടൊപ്പം നിന്നാണ് നമ്മളെ നാടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഞാൻ എടുത്തണിഞ്ഞ ഉത്തരമാണ് കോൺഗ്രസ്. ആ എടുത്തണിഞ്ഞ വേഷം ഉപേക്ഷിക്കേണ്ട സമയമാകുമ്പോൾ ഉപേക്ഷിച്ചില്ലെങ്കിലാണ് ഞാൻ എൻ്റെ ചോയ്സിനോട് നീതി പുലർത്താതെ ആവുന്നത്. അപ്പോൾ അത് 8-8.5 വർഷം കൊണ്ട് നടന്നു. ഞാൻ വീണ്ടും ഒരു ചോയ്സ് മേക്കിങ്ങിലേക്ക് പോയി. ചോദ്യം അവസാനിപ്പിച്ചത് അടുത്ത 10 വർഷം കഴിയുമെന്നാണെന്നാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൽ കൂടുതൽ തെളിച്ചം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ചാലും അന്വേഷിച്ചാലും തന്നെ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വഴിക്ക് അങ്ങ് പോകും. പാർട്ടി മാറി വന്നപ്പോഴേ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് ഒരുപാട് സൗഹൃദ വലയം ഉള്ളവരാണല്ലോ. അപ്പോൾ പാർട്ടി മാറി ഇങ്ങോട്ട് വന്നപ്പോൾ അയാളും കൂടി എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ, അയാളൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിരുന്നു. ആരെങ്കിലും വിളിച്ചോ ഞാൻ പോകുന്നുണ്ട് നീ അങ്ങനെ ചോദിക്കാൻ അല്ലല്ലോ നമ്മൾ പൊളിറ്റിക്സിൽ, അങ്ങനെയല്ല. പക്ഷെ ആ സമയത്ത് തന്നെ ഒരുപാട് പേര് ഈ എന്ത് കാരണം ഉയർത്തിപ്പിടിച്ചാണ് സരിൻ ഈ കലാപം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിയവർ പാലക്കാട് ജില്ലയിലുള്ള ഒരുപാട് പേർ ആ സമയത്ത് തന്നെ പാർട്ടി വിട്ടിരുന്നു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ വേറൊരാൾ പാർട്ടി വിടുന്നതും CPM ആവുന്നതും അവരിപ്പോഴും CPM-ൽ തന്നെ നിൽക്കുന്നതും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ആരടുത്തും വിളിച്ചു പറയുകയും എന്നെ വിളിച്ചവരെ ഞാൻ ഉത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചാട്ടത്തിന് ഇങ്ങോട്ട് വരാം, പക്ഷേ 2 ചാട്ടത്തിന് അങ്ങോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. കുഞ്ചനമ്പ്യാരുടെ ഒരു കവിതയുടെ ഈരടികൾ അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടക്കുന്നതല്ല. നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിലാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ മൊത്തത്തിൽ ആളുകളെ വലിയ നേതാക്കളൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ പിളർത്തി പോവുക എന്നുള്ള രീതിയൊക്കെ ഉണ്ടല്ലോ. നമ്മളത്ര വലിയ നേതാക്കളൊന്നുമില്ല, നമുക്ക് പിളർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടുന്ന കപ്പിൾ സൗമ്യനും ആയിരിക്കും. പൊതുവെ നമ്മള് ഒരാളുടെ കാര്യം, പക്ഷെ ഇവരെ എന്തായാലും ടീമായിട്ടേ പറയാനും പറ്റും. അപ്പൊ അതിൽ ഏറ്റവും മനോഹരമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരാളാണ് സൗമ്യ. ഭയങ്കര അടിച്ചങ്ങ് കൊടുക്കുക. അപ്പൊ നിങ്ങളിത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സൗമ്യ പ്രൊഫൈല് ഞാനാ യൂസ് ചെയ്യുന്നത് വരെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും എന്താ പറയാ വിശ്വസിക്കുന്നുണ്ട്. സൗമ്യ അത് കേൾക്കേണ്ടതേ ഉള്ളൂ. സൗമ്യയ്ക്ക് സൗമ്യയുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, വ്യക്തിത്വമുണ്ട്. അതെല്ലായ്പ്പോഴും ഞാൻ അനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. അത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ 22 കൊല്ലത്തെ ബോണ്ടിങ് അങ്ങനെയാണ്. അവൾ മെനക്കെട്ടിരുന്ന എല്ലാ കമൻറ്റും വായിക്കുന്നത് കാണാം. ചിലപ്പോൾ അപ്പം സ്പോട്ടിൽ കൊടുക്കുന്നത് കാണാം. ഞാൻ ചോദിക്കാം ഇതൊക്കെ എന്തിനാ മൈൻഡ് ചെയ്യണം. അതല്ല, ചിലതൊന്നും മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ വിഷയമാവും എന്നുള്ളത് സൗമ്യ പറയുകയും ചെയ്യും. അപ്പോൾ അത് ഏറ്റുവാങ്ങാൻ, ആസ് എ കപ്പിൾ ഏറ്റുവാങ്ങാൻ ഒരു ഭാഗ്യം വേണം എന്നുള്ളതാണ്. ഇരുമെയ്യാണെങ്കിലും മനമൊന്നല്ലേ എന്നുള്ളതാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗമ്യയ്ക്ക് സൗമ്യയുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രകടമായ രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും ഭർത്താവ് ചെയ്യുന്നതിലെ നെറി എന്താണെന്നും ഇനി നെറുകേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യമേ പറയാനും ഒക്കെ സൗമ്യയ്ക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീ ബിലീവ്സ് ഇൻ മീ ആൻഡ് ഐ ബിലീവ് ഇൻ ഹെർ. അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് ഉയർന്ന വിഷയത്തിന് പിന്നാലെ തന്നെ സരിന്റെ പേരിലും പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നല്ലോ. അപ്പോഴും സൗമ്യയുടെ പോസ്റ്റൊക്കെ വളരെ വൈറലായി, വളരെ ശ്രദ്ധേയമായി. അതെങ്ങനെയാണ് നിങ്ങൾ ചർച്ച ചെയ്ത് പരസ്പരം? അല്ല, അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് സൗമ്യ എന്നുള്ളതിലെ സ്ത്രീയുടെ അവകാശമാണ്. ഒരു പുരുഷൻ സ്വന്തം ഭർത്താവ് ആവട്ടെ, ബോയ് ഫ്രണ്ട് ആവട്ടെ, ഏറ്റവും ബെസ്റ്റി ആവട്ടെ, അവൻ്റെ സ്വഭാവത്തെ പറ്റി അപവാദം പറയുമ്പോൾ അവൻ്റെ സുഹൃത്ത് വലയത്തിലെ ആ പെൺ സുഹൃത്ത് അല്ലെങ്കിൽ കാമുകി അല്ലെങ്കിൽ ഭാര്യ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ സ്വയം വന്ന് ക്യാമറയുടെ മുമ്പ് പറഞ്ഞാൽ പോലും അത് ആളുകൾ വിശ്വസിച്ചു എന്ന് വരില്ല. ഈ സൈബർ അറ്റാക്കുകളുടെ കാര്യം പറയുന്ന സമയത്ത് ഒരു കാലത്ത് പേഴ്സണലി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കടന്നൽ കൂട്ടം എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ സൈബർ വിങ്ങിനെ ഭയങ്കരമായിട്ട്, അതാണ് കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സൈബർ വിങ്. അതെ, അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ കാണുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ വന്നപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പം
CPM-ന്റെ ഒക്കെ അല്ല ഇടത് പാർട്ടികളുടെ സൈബർ ഒരു ഗ്രൂപ്പുകളുടെ പേരൊക്കെ ചെങ്കനൽ അല്ലെങ്കിൽ പേരിൽ മാത്രമേ പാവം അങ്ങനെയുള്ളൂ. അല്ല, ഞങ്ങൾ ചില പാവങ്ങളാ. പേര് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അത് CPM-ന്റെ പേജാണ്. പക്ഷെ കോൺഗ്രസിന്റെ കാര്യത്തില് ഒരു വലിയൊരു സംഭവം വെച്ചാൽ ചിലപ്പം എന്തെങ്കിലും ഒരു മീഡിയ VKP മീഡിയ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേരിൽ അമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിലായിരിക്കും. അതൊരു ടൈം ആവുന്ന സമയത്ത് അവർക്ക് എന്താണോ ഒരു സാധനം ഡീൽ ചെയ്യാനുള്ളത് ആ ടൈമിൽ അത് കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈബർ ടീം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു അതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണ്. അങ്ങനെ ഒരു വലിയൊരു ടീം അവർക്ക് ഉണ്ടെന്നുള്ളത് ഈ ഒരു കഴിഞ്ഞൊരു വർഷത്തിന്റെ ഇടയിലാണ് മനസ്സിലാവുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ അധികാരത്തെ മുൻനിർത്തിയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അപ്പോൾ കേരളത്തിൽ 2 തവണ അധികാരത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഇനി മൂന്നാമതും അത് തന്നെ സംഭവിക്കുന്നത് കോൺഗ്രസിന് ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഏത് തെറ്റും കുറ്റവും കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടപ്പെടും എന്നുള്ളത് കൊണ്ട് പലരും അതൊരു എളിതരമായിട്ട് കണ്ട് പലതും ചെയ്തു കൂട്ടി. അത് പക്ഷേ നിക്കക്കള്ളില്ലാതെയാകുമ്പോൾ പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞ് അതിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാറി എന്നുള്ളതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ആ MLAയുടെ റീ എൻട്രിക്ക് വേണ്ടുന്നതാണ് എക്സിറ്റിൻ്റെ സമയത്തെ പ്ലാൻ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം, എക്സിറ്റ് അടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ റീ എൻട്രിക്കുള്ള പ്ലാൻ ചെയ്യുന്ന ഒരു തരം വൈകൃത ബുദ്ധിയുള്ള മനസ്സുകളാണ്. അതിൻ്റെ കൂടെ നിൽക്കാൻ ഒരു വലിയ ടീമിനെയും അവിടെ തന്നെ പറ്റും. കാരണം കോൺഗ്രസ് അൾട്ടിമേറ്റ്ലി അത്രയൊക്കെ ഉള്ളൂ. ആളുകളുടെ ചുറ്റിപ്പറ്റി കൂടി നിൽക്കുന്നവർ പറയുന്ന പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ക്രെഡിബിളായിട്ട് ഇന്നത് പറയണം, ഇന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം എന്നുള്ളതില്ല. ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും അവിടെ ഇല്ലെന്നേ. കോൺഗ്രസിന്റെ സൈബർ വിങ്ങിൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നല്ലോ സാരി. നിയന്ത്രിക്കുക എന്നുള്ളത് വാക്ക് ശരിയല്ല, ഞാൻ ഇടപെട്ടിരുന്ന ആളാണ്. അതെ അതെ അതെ, ഞാൻ തിരുത്തുന്നു, ഇടപെട്ടിരുന്ന ഒരാളായിരുന്നല്ലോ. ഇപ്പം CPM-ന്റെ ഏറ്റവും 2 പ്രചരണ രീതി, ഒന്ന് സതീശന്റെ നുണകൾ എന്ന് പറയുന്ന ഒരു പേജും പിന്നൊന്ന് ഇരുണ്ടകാലം.com ആണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ഒരാളെന്ന രീതിയിൽ ഈ 2 പ്രചരണങ്ങൾ നമുക്ക് LDF-ന് ഗുണമുണ്ടാകുമോ? സതീഷിന്റെ നുണകൾ എന്ന് പറയുന്നത് കേരളം ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു നീക്കമാണ്. കാരണം അത് അതായത് വരും കാലത്തിന് വേണ്ടി പോസ്റ്ററിറ്റി എന്നാണ് നമ്മൾ പറയുക, അതിനു വേണ്ടി ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെയാണ് ഒരു നേതാവ് ഈ കാലഘട്ടങ്ങളിൽ പെരുമാറിയത്. ലക്ഷ്യം എന്തായിരുന്നു? പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് നയിച്ച് ഞാൻ കോൺഗ്രസിനെ ഇതാ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏത് വഴിയും സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ആളെ അതുപോലെ പച്ചയ്ക്ക് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിചാരണ ചെയ്യണം. അതിന് സോഷ്യൽ മീഡിയയുടെ ആ പേജ് തുടങ്ങിയ പേജൊക്കെ ഇവർ മാസ് റിപ്പോർട്ടിംഗ് അടിച്ച് പൂട്ടിച്ചു. എന്നിട്ട് നമ്മൾ തുടങ്ങിയ അടുത്ത പേജ് 8 മണിക്കൂറിനുള്ളിൽ 50,000 ഫോളോവേഴ്സും ഇപ്പോൾ അത് ഏകദേശം 1 ലക്ഷം ഫോളോവേഴ്സ് ഇന്ന് 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കുമായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ആളുകൾക്കറിയാം ഇതിൽ കാണുന്ന കാര്യങ്ങളിലെ സത്യം എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയത്തിലെ ലാഭത്തിന് വേണ്ടി ഒരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നത് എന്നൊക്കെ. അപ്പോൾ ആ പേര് മാറ്റി നുണേശൻ എന്നാക്കി. കാരണം ആ പേരുള്ളതുകൊണ്ട് ആ റിപ്പോർട്ട് അടിച്ച് ഒരു വ്യക്തി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തിയുടെ പേരിൽ ഒരു പേജ് തുടങ്ങിയാൽ അത് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് എതിരാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ഇനി ആ പേരേ പറയുന്നില്ല, നുണേശനാണല്ലോ, അപ്പോൾ പിന്നെ നുണേശൻ്റെ നുണകൾ അല്ലെങ്കിൽ നുണേശൻ്റെ കഥകൾ എന്ന് പറഞ്ഞ് തന്നെ പറയുക. ഇരുണ്ട കാലം പിന്നെ കേരളത്തിൻ്റെ മുന്നിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജനറേഷന് കുറച്ചെങ്കിലുമൊക്കെ അത് അറിയാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന 18 വയസ്സിന് 23 വയസ്സിനിടയ്ക്കുള്ളവരുടെ ഫസ്റ്റ് നിയമസഭാ വോട്ടാണിത്. അവർക്കറിയില്ല 2016 കേരളം. ഒരു പക്ഷേ 23 വയസ്സിനോടൊക്കെ അടുത്ത് നിൽക്കുന്നവർക്ക് പിന്നെ അറിയാം. പക്ഷേ ഒരു 18 വയസ്സുകാരനോ 18 വയസ്സുകാരിക്കോ അറിയില്ല. കാരണം അവൻ അന്ന് 8 വയസ്സാണ്, അവൻ 3ാം ക്ലാസ്സിലോ ആ പെൺകുട്ടി 3ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നത്. അന്നുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അവരെ ബോധ്യപ്പെടുത്തണം, ഓർമ്മപ്പെടുത്തണം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സരിൻ പാർട്ടി മാറിയതും എന്നുള്ള നിലയ്ക്കാണ് വർത്തമാനങ്ങളൊക്കെ വന്നത്. പിന്നീട് രാഹുലിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു. അപ്പോഴും അതിനു മുന്നേ സരിൻ പറഞ്ഞിരുന്നു നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് കാണാം എന്ന് പറഞ്ഞു. ആ കാണാം എന്നുള്ളതിൽ ഈ ഒരു കാര്യമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ വരും വരായകളെ പറ്റി രാഷ്ട്രീയത്തിൽ എപ്പോഴും നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ച് നേതൃത്വത്തിനോട് പറയണം എന്നുള്ളതാണ് ഞാൻ അന്നും ഇന്നും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ സ്വഭാവ വൈകൃതത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ധാരണകൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ വിലയിരുത്തേണ്ടത് പാർട്ടിയാണ്, ഞാനല്ല. അത് വ്യക്തികളുടേതായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നമ്മുടെ ധാരണയുടെ പുറത്ത് തന്നെ നമ്മളത് അലർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ അലർട്ട് ചെയ്യാൻ, കോഷൻ ചെയ്യാനാണ് നമുക്കുള്ള സ്പേസ് ഉള്ളത്. അതിൽ തീരുമാനം എടുക്കേണ്ടവർ ആ തീരുമാനം അതുകൂടി കൺസിഡർ ചെയ്ത് എടുക്കണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരിക്കലും ഒരു വ്യക്തിപരമായ ഒരു ആരോപണമായിട്ട് അത് ഒരിക്കലും ആ സമയത്ത് പോലും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് ഉപയോഗിക്കപ്പെടേണ്ടതല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അത് രാഷ്ട്രീയമായിട്ടല്ല,
അത് ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടത്. അതും ഞാൻ എതിർ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. അത് ഒരു പാർട്ടിയുടെ ഇൻറ്റേർണൽ ഫങ്ഷനിങ്ങിലാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അവിടെ ഇത് ഒരാളിൽ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പുറത്തു വന്ന കഥകളുമായി ബന്ധപ്പെട്ടും അതിൻ്റെ എക്സ്റ്റെൻറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരാൾ, എത്ര പേർ എന്നുള്ളതൊക്കെ പരസ്പരം അവർക്കൊക്കെ അറിയാം. ഞാൻ മാത്രമായിട്ട് വീഴില്ല, വീഴുമ്പോൾ നീയും കൂടി എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണികളടക്കം നിൽക്കുന്നുണ്ട് ആ പാർട്ടിക്കകത്തുനിന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് അറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിടത്തോളം അതൊരു അത്തരത്തിലുള്ള സ്വഭാവ ഡീവിയേഷനുകൾ വകവെച്ച് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു ചൽത്തായ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും, ഹിന്ദിക്കാർ അങ്ങനെയാണ് അതിന് പറയുക, ചൽത്തായ കുച്ച് ബി ചൽത്തായ. നടന്നോട്ടെ, നടക്കട്ടെ, നടന്നപ്പം എന്താ, നടക്കരുതെന്ന് പറയാൻ അവിടെ ഒന്നും ആരുമില്ല. കാരണം എല്ലാവർക്കും കൂടി വേണ്ടത് അധികാരമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്നത് പോലെ തന്നെ സരിൻ വിമർശിച്ച ഒരാളാണ് ഷാഫി പറമ്പിൽ. അപ്പം ഷാഫി പറമ്പിൽ ഈ കഥകൾ മുഴുവൻ അറിയാവുന്നത് കൊണ്ടാണോ എന്നുള്ളൊരു സൂചന ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷാഫിയായിട്ട് എന്തെങ്കിലും ശത്രുത ഉണ്ടോ? നമ്മള് ശത്രുത എന്ന് പറയുന്ന വാക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, നമുക്കൊരു കാര്യത്തിലുള്ള കൺവിക്ഷനും മറ്റൊരാൾക്കുള്ള കൺവിക്ഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും. പരസ്പരം പറഞ്ഞാണ് അത് അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലാതെ പ്രവർത്തിച്ചല്ല. ആദ്യം പറയുകയാണ് വേണ്ടത് പരസ്പരം. പറയുന്നതിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് അയാളോട് ശത്രുതയല്ല ഉണ്ടാവേണ്ടത്, അയാൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്ന് നമുക്ക് മനസ്സിലായാൽ മതി. അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഷാഫിയുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം എന്ന് പറയപ്പെടുന്നതിനെ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഉത്തരം അവിടെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് അറിയാവുന്ന ആളാണെന്നും അത് സംരക്ഷിച്ച ആളാണെന്നുള്ളതിൻ്റെ കേരള സമൂഹത്തിനുള്ള മുന്നിലുള്ള മറ്റൊരു തെളിവാണ് രമേശ് പിഷാരടിയെ പാലക്കാട് കൊണ്ടുവന്ന് വീണ്ടും എഴുന്നള്ളിക്കുന്നത്. എന്തെങ്കിലും ഷാഫി എന്ന് പറയുന്ന ഈ മനുഷ്യന് പാലക്കാടത്തെ ജനങ്ങളെ സേവിച്ച് മതിയാവാത്തത് കൊണ്ട് തിരിച്ചു വരണമെന്ന് തോന്നുകയാണെങ്കിൽ പാവം പിഷാരടി അഥവാ ജയിച്ചു പോയാൽ ഒരു ടേമൊക്കെ കഴിഞ്ഞ് പിഷാരടിയുടെ വഴിക്ക് പൊക്കോളൂല്ലോ. വേറെ ആരെങ്കിലും വന്നാൽ ഇനിയിപ്പോൾ അവൻ്റെ കുത്തകയാക്കി. കാരണം കോൺഗ്രസ് അതാണല്ലോ, 2 ടേം നിബന്ധനകളില്ല, അടുപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടത്തേണ്ടത് സംഘടനാ പ്രവർത്തനമാണ് എന്നുള്ള ബോധ്യങ്ങളില്ല. വൺസ് ഇലക്റ്റഡ് ഫോർ ലൈഫ് ടൈം എന്നാണ്. അതിപ്പോൾ പുതുപ്പള്ളി ആണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, വടകര വിട്ടോടും. അത് വേറെ കാരണങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഇലക്ഷൻ ജയിച്ച പോലെയല്ല പൊളിറ്റിക്സ് പറഞ്ഞ് ഇലക്ഷൻ ജയിക്കുന്നത്. അത് നമ്മൾ കാണിച്ചു കൊടുക്കാം. അത് 2029 ആവട്ടെ, അത് നമുക്ക് വടകരയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയും, നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയാല്ല. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു വാർ കൂടെയാണ്. നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ എന്താണ് ചെയ്യുന്നത് നോക്കി ഇവിടെ ഒരു സൈബർ ടീം നിൽക്കുന്നു, തിരിച്ചും അതുപോലെ. അത് തന്നെയാണോ, അങ്ങനെയാണോ രാഷ്ട്രീയം ഉണ്ടാവേണ്ടത്? അതോ പുതിയ കാലത്തിനനുസരിച്ച് രാഷ്ട്രീയം മാറിയതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അതെ, നല്ല ഇൻസൈറ്റ് നൽകുന്ന ഒരു ചോദ്യമാണ്. അപ്പം അതിൻ്റെ ഉത്തരം അതുപോലെ തന്നെ ആയിരിക്കണം തോന്നുന്നു. നോക്കൂ, നിങ്ങളുടെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽപ്പെട്ട, അങ്ങനെ പറയുമ്പോഴാണല്ലോ ഞാനൊന്ന് ചെറുതാവും, പ്രായം തൊട്ടടുത്ത തലമുറയിൽപ്പെട്ടവർ പൊളിറ്റിക്സ് ഉള്ളവർ തന്നെയാണ്. അവർക്ക് അഭിപ്രായങ്ങളുണ്ട്. എന്ത് വിഷയത്തിൽ സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള മനുഷ്യരവർ, ഒപ്പീനിയനേറ്റഡ് ആണ് അവരെല്ലാവരും. പക്ഷെ അവർക്കത് പറയാനുള്ളൊരു ധൈര്യക്കുറവുണ്ടോ എന്നൊരു പെട്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അവരത് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരങ്ങ് ഒരുമിച്ച് വരും. അങ്ങനെ പല വിഷയങ്ങളിൽ ഒരുമിച്ച് വരുന്ന സ്വഭാവം മലയാളിക്കുണ്ട്, മലയാളി യുവത്വത്തിനുണ്ട്. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പുറത്തുള്ള കുറ്റങ്ങൾ പറഞ്ഞല്ല പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ ഗുണങ്ങളും കൂടി പറഞ്ഞ് തന്നെയാണ് പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക കുറ്റവും കുറവും പറയുമ്പോഴാണ്. മനുഷ്യൻ 2 പേര് തമ്മിൽ തല്ലുകൂടുമ്പോൾ എന്താ നമ്മൾ ആദ്യം പറയുക? അപ്പുറത്തെ ആളുടെ കുറ്റവും കുറവും പറഞ്ഞല്ലേ നമ്മൾ ജയിക്കുന്നത്. ആ സ്വഭാവം സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയവർ അങ്ങനെ പറഞ്ഞാണ്. ഇടതുപക്ഷം പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്? നവകേരളം എന്നാണ് പറയുന്നത്. ഈ കേരളത്തെ പുതുക്കിയിടിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഉത്തരവാദിത്തമുണ്ട്. നമുക്കതിലേക്ക് വരൂ. CM എന്താ ചോദിച്ചത് പ്രളയ സമയത്ത്? നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇറങ്ങല്ലേ എന്നാ ചോദിച്ചു. ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കൂടെ വാന്നാണോ പറഞ്ഞേ? ഇത് മനസ്സിലാക്കാനുള്ള വലുപ്പം അപ്പുറത്തില്ല. ഇപ്പൊ BJPയുടെ ക്യാമ്പയിൻ, നമ്മൾ അവരെ വിട്ടുകൂടെ പോരുന്നതില് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ. എന്തൊക്കെയാണെങ്കിലും അതിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഇങ്ങനെ സ്പേസ് കൊടുത്തവരാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. എന്നാൽ പോലും അവരെ അഡ്രസ്സ് ചെയ്ത് തുറന്നു കാണിച്ച് പോകണം. അവർക്ക് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരു ക്യാമ്പയിൻ എന്താണെന്നറിയോ? ഈ MLA മടുത്തില്ലേ നിങ്ങൾക്ക്? മാറ്റണം നമുക്ക് ഈ MLA. 150 സ്ഥലത്ത് ഒന്ന് തന്നെ പറഞ്ഞാൽ മതി. പിടികിട്ടിയോ സംഭവം? BJP ആരാണ് ആ ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് വെച്ചാൽ അവൻ്റെ ബുദ്ധി ആലോചിക്കുക. എല്ലാ സ്ഥലത്തും ഇപ്പോൾ കോൺഗ്രസിന് അത് പറയാൻ പറ്റില്ല, CPM അത് പറയാൻ പറ്റില്ല. ഇവർക്ക് 150 സ്ഥലത്ത് അത് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്തും അവരില്ല. അപ്പോൾ ഇതാണോ പറയേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ MLA മടുത്തില്ലേ എന്നല്ല ചോദിക്കേണ്ടത്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാൻഡിഡേറ്റിനും ഞങ്ങളുടെ പൊളിറ്റിക്സിനും
ബീഫിനപ്പുറം പലതും ഉണ്ടെന്നാണ് പറയേണ്ടത്. മിണ്ടൂല, മിണ്ടാട്ടം ഇല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ പരിഹാസ്യരായ കൂട്ടരാണ് BJP-ക്കാർ. എന്നാലും ആ പരിഹാസം സഹിച്ചവർ നിൽക്കുക. കാരണം കേന്ദ്രത്തിൽ പിടിയുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. ആ പരിഹാസത്തിന്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, യുവ തലമുറയെല്ലാം വിദേശത്ത് പോകുന്നതുകൊണ്ടാണ് ഇവിടെ ശിശുമരണ നിരക്ക് കുറയുന്നത്. അതിന്റെ ലോജിക്ക് എന്താന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. റോബിൻ രാധാകൃഷ്ണൻ മെമ്പർഷിപ്പ് എടുത്ത പാർട്ടിയല്ലേ? അതാണ് അതിന്റെ വേറൊരു എന്താ പറയുക വിലയിരുത്തലിന്റെ മാനദണ്ഡം. മനസ്സിലായില്ലേ? പിന്നെ വേറെയും കാൻഡിഡേറ്റുകൾ ഉണ്ടല്ലോ. ഇപ്പൊ എന്താ, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളിക്കഴിഞ്ഞാൽ ബുദ്ധിജീവിയാവുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ്. അതിന് കൈയടിക്കാൻ ആളുണ്ടാവും. വേറൊരു മഹാൻ ഉണ്ടായിരുന്നു, ആളിപ്പോൾ അധികം മിണ്ടുന്നില്ല, സീറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് തോന്നുന്നു. പേരിൽ ഈശ്വരന്റെ പേര് വരെയുണ്ട്. അപ്പുറത്തെ പേരിലാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പേരിന്റെ ഭാഗമുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ, ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും ആ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന്. ഇയാൾ മീഡിയയുടെ ആ ഡിബേറ്റിൻ്റെ ഇടയിൽ ഇത്രയും അട്ടഹസിക്കുമെങ്കിൽ ആ കുട്ടികളൊക്കെ എന്ത് ട്രോമയിലായിരിക്കും സ്വന്തം വീട്ടിൽ ജീവിക്കുന്നതെന്ന്. കാരണം ഈ സൗണ്ടല്ലേ അവിടെ കിടന്ന് അലയടിക്കുന്നത്. ആവട്ടെന്ന്, ഇവരൊക്കെ ഇവരുടേതായ രീതിയിൽ പോകട്ടെ. നമുക്കിപ്പോൾ അതിലൊന്നും പറയാനില്ല. പക്ഷം ഏതാണെന്ന് പോലും തിരിച്ചറിയാത്ത കുറേ ആളുകൾ കയറി ഉപദേശിക്കുന്ന സ്ഥലം കൂടിയാണ് സോഷ്യൽ മീഡിയ. അതിൽ നിഷ്പക്ഷം എന്നുള്ള കാപട്യം എടുത്തണിഞ്ഞ് BJP-ക്ക് വേണ്ടി പണിയെടുക്കുന്നവരും വേറെ കുറെ പേരുണ്ട്. നമ്മളാരും പേരെടുത്തൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാർ, ഇനി കോൺഗ്രസ് വിട്ട് വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞില്ലേ? ആനിവേഴ്സറി ആയി. ഈ കഴിഞ്ഞ 1 ഇയർ ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു. അപ്പം എപ്പോഴെങ്കിലും കോൺഗ്രസിൽ നിന്നപ്പോ കിട്ടിയ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ വന്നിട്ട് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ? ഈ കോൺഗ്രസിൽ നിന്നൊന്നും ആർക്കും ഈ കിട്ടുക എന്നുള്ളതല്ല. അവിടെയൊക്കെ പിന്നെ ചോദിച്ചു വാങ്ങലും പിടിച്ചെടുക്കലും ഒക്കെയാണ് അവിടുത്തെ രീതികൾ. പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അടിമുടി കോൺഗ്രസ്സുകാരായ, ഒരുപക്ഷെ നെഹ്റുവിയൻ ആശയങ്ങളെ വെച്ച്, ഗാന്ധിജിയുടെ ആശയാദർശങ്ങളെ വെച്ചൊക്കെ ഇപ്പോഴും മനസ്സുകൊണ്ട് എന്താണ് കോൺഗ്രസ് എന്ന ഡെഫിനിഷനുള്ള ഒരുപാട് ആളുകളുണ്ട് നിസ്വാർത്ഥമായി ആ പാർട്ടിയിൽ നിൽക്കുന്നവർ. അവർക്ക് അവരുടെ ധാരണയ്ക്കനുസരിച്ചാണ് കോൺഗ്രസ് എന്നുള്ള വിശ്വാസം കൊണ്ട് അവർ നേതൃത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പോയില്ല. കാരണം അവർ വിചാരിക്കണം എന്താ, നേതൃത്വം നമ്മളെപ്പോലെ തന്നെ കോൺഗ്രസ് ആണെന്നാ. പക്ഷെ അവർക്കറിയുന്നില്ല നേതൃത്വം നിങ്ങളെ വെച്ച് എല്ലാറ്റിനും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതും ആ കോംപ്രമൈസിൻ്റെ വിലയാണ് പാർട്ടിയിൽ ആൾ കുറയുന്നത് എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത്തരം ആളുകളുണ്ട് അവിടെ. അവരുടെ സൗഹൃദം നഷ്ടപ്പെട്ടതിൽ അവർ ആത്മാർത്ഥതയുള്ള മനുഷ്യരാണ്. അവരുടെ സൗഹൃദം ഞാൻ വേണ്ടെന്നാണ് വെച്ചത്, നഷ്ടപ്പെട്ടതല്ലല്ലോ അത്. അപ്പോൾ കളയേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിക്കല്ല, പക്ഷേ നല്ല മനുഷ്യരാണ് കുറച്ചെങ്കിലും ആളുകൾ എന്നുള്ള വിലയിരുത്തൽ അതെനിക്കിപ്പോഴും ഉണ്ട്. അതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു തരത്തിലും എന്താ പറയുക അത്തരത്തിലുള്ള ഒരു ചിന്തയേ ഇല്ല. പകരം രണ്ടാമത്തെ ഭാഗം പറഞ്ഞ പോലെ നേട്ടം എന്നുള്ളത് നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ ഇടപെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള ഒരു ഉന്മേഷമാണ്. അതൊരു തരത്തിലൊരു എനർജിയാണ്. ആ എനർജി നമ്മൾ സ്വയം കണ്ടെത്തിയിരുന്നതായിരുന്നു കോൺഗ്രസ്സിലെ എങ്കിൽ ഇത് മറ്റുള്ളവരെല്ലാവരും കൂടി നമ്മളിലേക്ക് പ്രസരിപ്പിക്കും. നമ്മളതിനെ കണ്ടക്ട് ചെയ്താൽ മതി, അതിനെ കൊണ്ട് നടന്നാൽ മതി. പിന്നെ നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും കൂടി ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ഞാനതിൽ കാണുന്ന നേട്ടം. അന്ന് സരൻ ഉയർത്തിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അന്ന് അവർ പരിഗണിച്ചിരുന്നെങ്കിൽ സരൻ പാർട്ടി മാറുമായിരുന്നോ? അതും എന്താ പറയുക, ഈ എങ്കിൽ എന്നുള്ളൊരു ചോദ്യമായിട്ടല്ലേ വരുന്നുള്ളത്. വാട്ട് ഇഫിനൊന്നും ഒരു സ്ഥാനമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടുമായിരുന്നു എങ്കിൽ കോൺഗ്രസ്സിന് മൊത്തത്തിൽ ഈ ഒരു ഗതികേട് വരില്ലായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു ഇൻറ്റേർണൽ മെക്കാനിസം ഇല്ലാത്തതാണ് ആ പാർട്ടിയുടെ അന്നത്തെയും ഇന്നത്തെയും പ്രശ്നം എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. അന്ന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കളക്റ്റീവായി ശ്രമിച്ചിരുന്നുവെങ്കിൽ അതിനൊരു വേറെ റിസൾട്ട് വരുമായിരുന്നു. പക്ഷേ ആ വേറെ റിസൾട്ട് വന്ന ശേഷം ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ കാൻഡിഡേറ്റ് ആരോ ആവട്ടെ എന്തോ ആവട്ടെ എന്നൊക്കെ വന്ന് ഈ പറഞ്ഞതുപോലെയൊക്കെ അലിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഞാനൊരു പക്ഷേ എൻ്റെ ടൈമിങ്ങിൽ ഒരു ഏകദേശം ഒരു 8-10 മാസത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും കോൺഗ്രസ്സിന് ഇറങ്ങിപ്പോരാൻ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള കോൺഗ്രസ്സിൽ സരിനുണ്ടാവില്ല. കാരണം ഓഗസ്റ്റ് മാസത്തിൽ വന്ന കഥകളും കൂടി വെച്ചിട്ട്. അപ്പോൾ അത് വളരെ ക്ലാരിറ്റിയോടുകൂടി എനിക്ക് പറയാൻ പറ്റും. അത് പാർട്ടി ഓരോ ദിവസവും തീരുമാനം എടുക്കാൻ വൈകി. അന്നത്തെ തീരുമാനം എടുക്കാൻ 4 മാസം കഴിഞ്ഞ് ഡിസംബറിലോ മറ്റെയാണ് പുറത്താക്കൽ വരുന്നത്. അതിലാദ്യ ദിവസം തന്നെ ഞാൻ പുറത്തു പോയിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഈ പാർട്ടി കോൺഗ്രസിനെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്താൽ ആ പാർട്ടി നന്നാവും എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ പാർട്ടി എന്ത് ചെയ്താലും നന്നാവില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത്
ആ പാർട്ടിയിലുള്ളവരാണ്. ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞില്ല, നന്നാവില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് ആ പാർട്ടിയിലുള്ളവരാണ്. അത് മാറിയാൽ മതി. എന്ത് ചെയ്താലും ഞങ്ങൾ നന്നാവില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന അത്തരം നേതാക്കളുടെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ മതി. കാരണം കോൺഗ്രസ് നിലനിന്നാൽ ചില കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഇന്ത്യൻ ഡെമോക്രസിയിൽ കോൺഗ്രസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിൽ കോൺഗ്രസ് നിലനിന്നില്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വിഷമിക്കൊന്നും വേണ്ട. ആ സ്പേസിൽ മറ്റൊരു സംവിധാനം ഉണ്ടാകും ഈ രാജ്യത്ത്. അവരേ ഉള്ളൂ എന്നും അതുകൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്നും കരഞ്ഞ് കയ്യും കാലും പിടിക്കുകയപ്പോ. സരിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാരാ കോൺഗ്രസിൽ? അല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ആ പാർട്ടിയിൽ ഇഷ്ടപ്പെടാൻ കൊള്ളാവുന്നവരില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആരോട് ഇഷ്ടം തോന്നാത്തത്. അല്ലാതെ എനിക്കിഷ്ടം ഇല്ലാഞ്ഞിട്ടല്ല. നിന്നിരുന്ന സമയത്ത് ആളുകളുടെ ചില വ്യക്തി മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അവരോടൊക്കെ കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ തോന്നിയിരുന്നു. ആ അസോസിയേഷനെ നമ്മൾ വേണ്ടെന്ന് വെച്ചല്ലോ. അത് ഉപേക്ഷിച്ച് പോകുന്ന ശേഷം പിന്നെ അവിടെ നമ്മൾ നമ്മുടെ എക്സിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കില്ലല്ലോ. ഇവിടേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള അത് സൗഹൃദമല്ല, അത് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടിരുന്ന ചില രീതികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ എടുക്കേണ്ട നിലപാടുകളെ, പറയേണ്ട രീതികളെ എന്നൊക്കെ ഉള്ളത്. CM-നെ നമ്മൾ വിമർശിച്ചിരുന്നത്, CM-നെ നമ്മൾ വിമർശിച്ചാലാണ് ഏറ്റവും കൂടുതൽ CPM-ന് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള നമ്മുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, CM-ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല. അത് അന്ന് ചെയ്യേണ്ട പണി അതാണ് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ്. അത് മാറ്റി നിർത്തിയിരുന്നു എങ്കിൽ ഇതുപോലെ നിശ്ചയദാർഢ്യമുള്ള ഒരാളെ കണി കാണാൻ കിട്ടുന്നില്ല എന്നുള്ള സങ്കടത്തോടെയാണ് ഞാൻ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആ നിശ്ചയദാർഢ്യം കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് വലിയ മതിപ്പുണ്ട്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരിലുമുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വാല്യൂ എന്നുള്ളതിനെ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നതിൻ്റെ ഇടപെടലുകളെ, ഇതിനെയൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് എന്ന് പറഞ്ഞ് ചുരുക്കി കാണാനല്ല, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ ഇഷ്ടപ്പെടാൻ കൊള്ളാവുന്നവരാണ്. ഈ പാർട്ടി സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സാധനം, ചില സമയത്ത് MV ഗോവിന്ദൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിൻ്റെ ഒക്കെ സദസ്സിൽ ആളുണ്ടാവില്ല. ഫോട്ടോസും വീഡിയോസും, അതായത് സ്റ്റേജിൽ ആള് പ്രസംഗിക്കുന്നുണ്ടാവും, താഴെ ആരും ഉണ്ടാവില്ല. ചില വീഡിയോസ് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ സ്റ്റേജിലുണ്ടാവും. അവിടെ തമ്മിത്തല്ല്, തിക്കിത്തിരക്ക്, അങ്ങോട്ടടി ഇങ്ങോട്ടടി സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ ആണ്. അത് കോൺഗ്രസിലുള്ള സമയത്ത് അതിനൊക്കെ വിമർശിക്കണം എന്ന് അന്ന് തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് തരത്തിൽ ഞാൻ മറുപടി പറയാം. ഒന്ന്, ഈ പ്രസംഗിക്കുമ്പോൾ ആദ്യത്തെ പ്രാസംഗികൻ്റെ പ്രസംഗം ഒരു മണിക്കൂറിലേറെ നീളുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. എന്ന് വെച്ചാൽ വിഷയത്തിൽ സംസാരിച്ചല്ലാതെ ആ മുഖ്യ പ്രാസംഗികൻ അത് അവസാനിപ്പിക്കില്ല. അപ്പോൾ ആ മുഖ്യ പ്രാസംഗികൻ പ്രസംഗിക്കുന്നതിന് മുന്നേ തന്നെ പലരും പ്രസംഗിച്ചും കഴിഞ്ഞിട്ടുണ്ടാവാം. പരിപാടിക്ക് നേരത്തെ എത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെയാണ് എല്ലായ്പ്പോഴും പെരുമാറേണ്ടത് എന്ന് യോഗത്തിന് വരുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അറിയാം. അപ്പോഴും 2-3 മണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് പേര് കുറയും. അത് ചിലപ്പോൾ പ്രസംഗത്തിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ അങ്ങനെയാകാം. ആ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചാൽ ഈ പ്രചരണത്തിന് ചിലപ്പോൾ ശക്തി കിട്ടും. അതിൻ്റെ അപ്പുറമൊന്നും അതിനൊരു കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ വരുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്, കാണാനല്ല, കേൾക്കാൻ. രണ്ട് വ്യത്യാസമുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണോ നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് മാത്രമായിട്ട് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. ഇതും ചെയ്ത് തന്നെയാണ് പോകേണ്ടത്. പോഡ്കാസ്റ്റ് വഴിയും അല്ലാത്ത മറ്റ് പബ്ലിക് അഡ്രസ്സൽ സിസ്റ്റങ്ങൾ വഴി എന്ന് പറയുമ്പോൾ മൈക്കല്ല ഇപ്പോഴത്തെ പുതിയ പബ്ലിക് അഡ്രസ്സൽ സിസ്റ്റം. അത് പലതരത്തിലുണ്ട്. ആംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ. 15 സെക്കൻഡ് കൊണ്ട് 1.5 മണിക്കൂർ പ്രസംഗിച്ചാൽ കിട്ടാത്ത എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് റീലിൻ്റെ കാലഘട്ടം നമ്മളോട് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റേ വിഷയത്തിലേക്ക് വന്നാൽ അത് ഈ പ്രശ്നം, ഈ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ളതിൻ്റെ ഒരു വിഷയമാണത്. സ്റ്റേജിൽ ഞാൻ ഉണ്ടായാലാണ് ഞാൻ വലിയ ആളാവുക. അപ്പുറത്തിരുന്നാൽ CPM-ൻ്റെ പരിപാടികൾ ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി സദസ്സിലിരുന്ന് കേൾക്കുന്ന പാർട്ടി പരിപാടികൾ എത്ര ഉണ്ടെന്നറിയോ? കാരണം മുഖ്യമന്ത്രിക്ക് അറിയാം എൻ്റെ സ്ഥാനം ഇവിടെയാണ്, ഞാൻ അവിടെയല്ല ഉണ്ടാവേണ്ടത്. പ്ലീനം എന്നൊക്കെ പറയും നമ്മളതിന്, പ്ലീനറി എന്നൊക്കെ പറയും, പ്രസീഡിയം എന്നൊക്കെ പറയും. അപ്പോൾ പ്രസീഡിയത്തിൽ ആരുണ്ടാവണോ അവർ പ്രിസൈഡ് ചെയ്യും. ബാക്കിയുള്ളവർ ഇത് കേട്ട് മനസ്സിലാക്കേണ്ടവരാണ്. അവിടെ അങ്ങനെയല്ല. എന്നെ നിങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കൂ, ഞാൻ ഇത്രയും വലിയ വലുപ്പത്തിൽ എത്തിക്കഴിഞ്ഞു. ആ മൈക്കൊന്ന് കിട്ടാൻ വേണ്ടിയുള്ള തമ്മിലടി, അതൊക്കെ കോൺഗ്രസ്സിന് ഉണ്ടാക്കുന്ന ഡാമേജ്. കോൺഗ്രസ് എന്താ വിചാരിക്കണമെന്ന് അറിയോ? ഇതൊക്കെ നമുക്ക് സമൂഹം വകവെച്ച് തന്നിട്ടുണ്ട്. അവിടെയാണ് അടുത്ത പ്രശ്നം. ഇതൊന്നും വലിയ കുഴപ്പമില്ല, കാരണം എന്താ, സമൂഹത്തിന് അറിയാം കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് വകവെച്ച് തന്നിട്ടുള്ളതാണ്. ആ ഒരു ഡിസ്കൗണ്ട് അവർ എല്ലാ വിഷയത്തിലും എടുക്കുന്നുണ്ട്. സമൂഹം അങ്ങനെ കോൺഗ്രസ്സിന് മാത്രം വകവെച്ച് കൊടുക്കുന്ന പലതും ഉണ്ട് താനും. അതിൽ പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ടാൽ സമൂഹം ചോദ്യം ചെയ്യും. ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോവാം. നമ്മൾ ഒരാളെ പേര് പറയും, അയാളെ കുറിച്ച് എന്താണോ ആദ്യം മൈൻഡിൽ വരുന്നത് അത് പറയാം. രമേശ് പിഷാരടി.
ഞാൻ നേരത്തെ പറഞ്ഞു കൗണ്ടർ എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഷാഫി പറമ്പിൽ പെട്ടെന്ന് പറയണമായിരുന്നു അല്ലേ? ഇത് ആലോചിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. കാരണം ആളുകൾക്ക് മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ച ഒരാളെ, ആ ഇമേജിൻ്റെ മുകളിൽ ജീവിക്കുന്ന ഒരാളെ നമ്മൾ പറയുന്നത് വെച്ചിട്ട് ആളുകൾ വിലയിരുത്തിയെന്ന് വരില്ല. ബട്ട് ഫേക്ക്. നരേന്ദ്രമോദി തന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നറിഞ്ഞിട്ടും തന്നെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് ഇന്ത്യയിലെ 38% ആളുകളെ 1 അല്ല 2 അല്ല 3 തവണ വിശ്വസിപ്പിച്ച് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടുവിഡ്ഢി സുരേഷ് ഗോപി. ഓ, അതിനുശേഷം ഇതാവുമ്പോൾ ഭയങ്കര ഇതിപ്പോ ആരാ പടുവിഡ്ഢി? ഇതും അതേ അച്ചിൽ വാർത്ത ആളായതുകൊണ്ട്. ബട്ട് നല്ലൊരു അഭിനേതാവാണ് ആള്. അത് സ്ക്രീനിൽ മാത്രമാണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതിനേക്കാൾ വലിയ മുതലാണ് റിയൽ ലൈഫിൽ എന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അവരുടെ കുടുംബ ജീവിതത്തിൽ പോലും ആ അഭിനയം വരുന്നുണ്ടോ എന്ന്. നാച്ചുറൽ അല്ല പലപ്പോഴും ആളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ. അതിപ്പോൾ സീറ്റ് കിട്ടിയാലുള്ള ഒരു സന്ദീപ് വാര്യരുണ്ട്, കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിലുള്ള ഒരു സന്ദീപ് വാര്യരുണ്ട്. ഇതിലിപ്പോ അതിലൊന്നേ ഉള്ളൂ, എന്താടോ വാര്യരെ നന്നാവാത്ത. വി.ഡി. സതീശൻ. കേരളമാണ് വിലയിരുത്തേണ്ടത്. ഞാൻ എൻ്റെ വിലയിരുത്തലുകൾക്ക് വലിയ പ്രസക്തിയില്ല. പക്ഷേ കേരളം വിലയിരുത്തുന്ന സമയത്ത് കേരളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ ഈ പറച്ചിലും പ്രവൃത്തിയും രണ്ടും രണ്ടാണ് എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവത്തിൽ നിന്നൊക്കെ ആർജിച്ചെടുത്തിട്ടുണ്ടാവും. അത് എല്ലാവരുടെ കാര്യത്തിലും ഒന്ന് അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതാണ് വി.ഡി. സതീശൻ്റെ ഡെഫിനിഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ അയാളെ പറ്റി ഒരു അഭിപ്രായം പറയാൻ, കാരണം കോടതിയൊക്കെ അഭിപ്രായം പറയാനിരിക്കുന്ന ആളാണ്. കോടതി ലക്ഷ്യമൊന്നും ഞാൻ വിളിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കോടതി അഭിപ്രായം പറയട്ടെ ആ വിഷയത്തിൽ. വി. ശിവൻകുട്ടി. അതൊരു അടിമുടി സഖാവാണ്. കെ. മുരളീധരൻ. അദ്ദേഹം കെ. കരുണാകരൻ എന്ന് പറയുന്ന പിതാവിൻ്റെ മകനായിട്ട് രാഷ്ട്രീയത്തിൽ വന്നു. ആ വന്നതിനപ്പുറം അദ്ദേഹം ചില സ്പേസുകൾ പിന്നീട് കണ്ടെത്താൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും പ്രശ്നമെന്ന് പറയുന്നത് വിലയിരുത്തപ്പെടുക അധികാരത്തിനോടുള്ള ഒരു തരത്തിലുള്ള അഫിലിയേഷൻ, അതിനോടുള്ള ഒരു ആസക്തി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രിയായിരിക്കുമ്പോൾ MLA ആവാൻ മത്സരിച്ച് തോറ്റയാൾ പിണറായി വിജയൻ. അത് 1 and only 1 എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒന്നേ ഉള്ളൂ അങ്ങനെ എന്ന് പറയുന്ന ആ ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. കെ. ശൈലജ. ടീച്ചർ ഭയങ്കര നന്നായിട്ട് ആളുകളുടെ അടുത്ത് ടീച്ചർ കൊണ്ട് നടക്കുന്ന ഉത്തരവാദിത്തങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ഒരാളാണ്. അത് ഈ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നതിൽ വലിയൊരു അസറ്റാണ്. അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. നമ്മൾ അജിറ്റേറ്റഡ് ആയി പോകും പലപ്പോഴും. ടീച്ചർ അജിറ്റേറ്റഡ് ആയിട്ട് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ബാക്കി എല്ലാ പൊളിറ്റീഷ്യൻസും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അജിറ്റേറ്റഡായി നമ്മൾ കണ്ടിട്ടുണ്ട്. ടീച്ചർ ആ അജിറ്റേഷനെ ടീച്ചർ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ നിഗ്രഹിക്കുക, ഇല്ലാതെയാക്കി കളഞ്ഞിട്ടാണ് ടീച്ചർ അതിനെ അഡ്രസ്സ് ചെയ്യുക. അത് നല്ലൊരു ക്വാളിറ്റിയായി തോന്നിയിട്ടുണ്ട് എനിക്ക്. രാജീവ് ചന്ദ്രശേഖർ. മലയാളം പഠിച്ചിട്ട് വരട്ടെ ആദ്യം, എന്നിട്ട് മലയാളത്തിൽ ഒരു അഭിപ്രായം പറയാം. അതൊക്കെ PR ഏജൻസി ഇന്ന് 2 കോടി വാങ്ങിയിട്ടുണ്ടാവും. PR ഏജൻസി 2 കോടി കൊണ്ടുപോയി. മൂപ്പര് വിചാരം ഇതൊക്കെ കയ്യടി കിട്ടുന്നതാണ്. അടിക്കുന്ന ആളുകൾ കൈയടിക്കുന്നല്ലാതെ കേരളത്തിന്റെ കയ്യടി കിട്ടില്ല. മലയാളം പഠിച്ചിട്ട് വരിക എന്ന് പറയുന്നതിന്റെ അർത്ഥം മലയാളം സംസാരിക്കാൻ പഠിക്കുക എന്നല്ല, മലയാളി എന്താണെന്ന് പഠിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. മലയാളി എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് മലയാളിയുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? ആ ഒരു ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇപ്പം പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു വിമർശനം പിണറായി വിജയന് ചിരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ആളുകളോട് ഒരു ഇൻക്ലൂസീവായിട്ട് പെരുമാറുന്നില്ല, അറ്റാച്ച്ഡ് ആയിട്ട് പെരുമാറുന്നില്ല, അങ്ങനെയുള്ള വിമർശനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. മറുഭാഗത്ത് വി. ശിവൻകുട്ടി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു മന്ത്രി അപ്പൂപ്പനാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും ആളുകൾ പൂക്കിയാവാൻ ശ്രമിക്കുന്നു, ഓവറായിട്ട് ഇങ്ങനെ പെരുമാറുന്നു. അപ്പൊ ശരിക്കും ഈ മന്ത്രിമാരൊക്കെ എവിടെ നിൽക്കണം എന്നാണ് ഈ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് തോന്നിയിട്ടുണ്ടോ? എന്തായാലും ഓരോരുത്തരും വിചാരിക്കുന്നത് പോലെ ആകാൻ ഒരാൾക്ക് പറ്റില്ല. അപ്പോൾ അതിനൊരു കോമൺ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ സമൂഹം വകവെച്ചു കൊടുക്കുന്ന ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ, ലിമിറ്റിൻ്റെ ഉള്ളിലാണ് വരേണ്ടത് എന്നും നമ്മൾ പറയും. അപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ തന്നെ ഒരു 4 തലമുറയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ 4 തലമുറയുടെയും എക്സ്പെക്റ്റേഷൻ ഈ ഒരു മനുഷ്യൻ വേണം, അല്ലെങ്കിൽ ഈ ഒരാൾ വേണം നിറവേറ്റാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എക്സ്പെക്റ്റേഷനൊന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ആളുകൾക്കുള്ളത് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകളാണ് ഈ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരിൽ നിന്ന് തേടുന്നത്. മറ്റൊന്നുമല്ല, പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആണ് അവർ സീക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം സോൾവേഴ്സ് ആണ്.
ഒരു പ്രോബ്ലം സോൾവർ ആണ് എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഏത് ശരീരഭാഷയും അതുകൊണ്ട് അക്സെപ്റ്റബിൾ ആയിരിക്കും. അത് ഓരോരുത്തരുടെ അടുത്തും ഓരോന്നാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. CM-നെ പറ്റി പറഞ്ഞ പരാമർശം അതിലൊരു ചെറിയ അപകടമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശ്രമിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ബോധപൂർവമായി ആരും ചിരിപ്പിക്കാൻ വേണ്ടി വഷളത്തരം പറയുന്നില്ല, കോമാളിത്തരം പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചിരിക്കുന്നില്ല എന്ന് നമ്മൾ വിധി എഴുതുന്നതിൻ്റെ പ്രശ്നം നമുക്കാണ്. അദ്ദേഹം ഒരു വഷളത്തരം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ? ശരി, നിങ്ങൾ പറയുന്ന ഈ വാദം അംഗീകരിച്ചാൽ പോലും സ്റ്റേജിൽ ഒരു വഷളത്തരം പറഞ്ഞതായിട്ടോ കോമാളിത്തരം പറഞ്ഞതായിട്ടോ, അദ്ദേഹം ചിരിക്കാൻ വേണ്ടി പ്രസംഗത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പോലും ഗൗരവത്തിൽ തന്നെ പറയൂ. എന്നിട്ട് അദ്ദേഹം കൂടി ചിരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇത് ഏതോ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതാണെന്നുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി, കാര്യങ്ങൾ അങ്ങനെ. എന്നിട്ട് ചിരിച്ച് പറയുന്ന എത്രയോ, ഇപ്പോൾ മോഹൻലാലായിട്ട് വന്ന ഇൻ്റർവ്യൂ, എനിക്ക് തോന്നുന്നു അദ്ദേഹം മനസ്സ് തുറന്ന് വളരെ എന്താ പറയുക ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, ആ മനുഷ്യൻ എന്നും ഓപ്പൺ മൈൻഡഡ് ആണ്. നമ്മളാണ് ഇമേജിൻ്റെ തടവറയിൽ അദ്ദേഹത്തെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ തലമുറയോട് ചെയ്ത വലിയൊരു നീതികേടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ സഖാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്തു. അതിൽ മാധ്യമങ്ങൾ വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലൊരു ഒരു ഒരു ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള പ്രശ്നമല്ല അവിടെ ഉള്ളത്. പകരം ഞാനീ പറഞ്ഞ പോലെ നമ്മളെല്ലാം സൊല്യൂഷൻ ഗിവേഴ്സ് ആണ് എന്നുള്ള ഒരു ഇംപ്രഷനാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത്. അത് കൊടുക്കാൻ വേണ്ടി കൊടുക്കരുത്. നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കണ്ണട പിടിക്കുമ്പോൾ, പോക്കറ്റിൽ നിന്ന് നിങ്ങളെ പേന എടുക്കുമ്പോൾ, പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിടുമ്പോഴൊക്കെ ജനം നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ഇത് ആത്മാർത്ഥതയോടെയാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? ആ വിലയിരുത്തലുകളിൽ ജനം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നവും കിടക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നതൊക്കെ ചെയ്താൽ ഓക്കെ എന്ന് പറയുന്നത് ശരിയല്ല. അത് ഓക്കെ അല്ല. അവർക്ക് അത് ചെയ്യാനേ അറിയുള്ളൂ. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൊണ്ടുത്തരാൻ അറിയില്ല. തരുമെന്ന് തോന്നിപ്പിക്കാൻ അറിയുന്നവരെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളൊരു മെച്യൂരിറ്റി നമ്മളെല്ലാവരും കൂടിയും കാണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സരിൻ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞ് എപ്പോഴേലും ഒഴിവ് സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താ? ഇഷ്ടംപോലെ ഒഴിവ് സമയമുണ്ട് നമുക്ക്. സാധാരണ പൊതുവെ രാഷ്ട്രീയക്കാർ ഒന്നിന് നിന്ന് തിരിയാൻ സമയമില്ല എന്നാണല്ലോ പൊതുവെ പറയാറ്. അത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ക്രിക്കറ്റൊക്കെ അത്യാവശ്യം നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ലീഗുകളും കാണും, ഇന്റർനാഷണൽ മാച്ചസ് കാണും, വേൾഡ് കപ്പിൻ്റെ വലിയ ഫാനാണ്. അമേരിക്കയിലേക്കുള്ള വിസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമേരിക്കയിൽ പോണ്ടേ എന്ന് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ എടുക്കും. ഈ ഒരു അമേരിക്കയിൽ പോകാൻ മനസ്സുകൊണ്ട് താല്പര്യമില്ല. കാരണം അവിടെ കളി നടക്കുന്നു എന്നുള്ളത്, കളി കാണാനാണ് പോകുന്നത് സത്യം പറഞ്ഞത്. അത് അമേരിക്കയിൽ ഉള്ള കളി ആയതുകൊണ്ട് ഇത്തവണത്തെ വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡയാണ്. ജൂണിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ മഹാമഹം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1.5 മാസം, ഇത്തവണ 48 ടീമുകളാണ്, 32 ടീമല്ല പഴയ പോലെ. നിങ്ങളെ കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യണേ. 48 ടീംസ്. അപ്പോൾ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അറിയില്ല. അപ്പോൾ 48 ടീമാകുമ്പോൾ കുറച്ചുകൂടി കളികളുടെ എണ്ണവും കൂടും, നടക്കുന്ന ദിവസങ്ങളിലും കുറച്ച് കൂടുതലുണ്ട് ഇത്തവണ. അപ്പോൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സിനിമയൊക്കെ അയ്യോ അത് വിട്ടുപോയി. സിനിമയില്ലെങ്കിൽ നമ്മളില്ല. ഞാൻ ഈ പണ്ടൊക്കെ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്തേക്കും CD-കൾ വന്നു, MP3 CD-കളൊക്കെ വന്ന സമയം. അപ്പോൾ പാട്ടുകൾ അതിനു മുമ്പ് ഞങ്ങളൊക്കെ, അതൊക്കെയാണ് ഈ പുതിയ തലമുറയോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് ഇട്ട് പാട്ട് കേട്ടവരാ. അപ്പോൾ നമ്മൾ A സൈഡും B സൈഡും ഉണ്ടാവും കാസറ്റിന്. അപ്പോൾ 3-4 കമ്പനികളുടെ നല്ല ക്വാളിറ്റിയുള്ള മാക്സ്വെല്ലുണ്ട്, TDK ഉണ്ട്, കമ്പനികൾ ഷാർപ്പ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കാസറ്റുകളാണ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കിട്ടും. എവിടെയും വേറെ കാസറ്റുകൾ. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ കടയിൽ കൊണ്ടു കൊടുക്കും. എന്നിട്ട് A സൈഡിൽ ഇന്ന പാട്ടുകൾ, B സൈഡിൽ ഇന്ന പാട്ടുകൾ എന്നൊക്കെ പറയും. അപ്പോൾ പാട്ടും സിനിമയും നമ്മുടെ ഭാഗമായിരുന്നു. തേടിപ്പിടിച്ച് കണ്ടിരുന്ന സിനിമകളുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിച്ചതുകൊണ്ട് തന്നെ സിനിമാ കമ്പം കുറച്ച് കൂടുതലായി തന്നെ പറയാം. ഈ ഇൻഡിപെൻഡൻറ്റ് സിനിമാസ്, പാരലൽ സിനിമാസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതിനെ കാണാനും പ്രോത്സാഹിപ്പിക്കാനും പറ്റുന്ന ഒരു വലിയ ക്രൗഡ് കോഴിക്കോടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ കണ്ടു. ഇപ്പോഴും അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഒരു സിനിമ വരുന്നത് പലപ്പോഴും മറ്റു പലരും അറിയാതെ പോകുന്നത് ഞാൻ അറിഞ്ഞു പോയി കാണും. ഇപ്പോൾ ഉദാഹരണം അങ്ങനെ പറയുകയാണെങ്കിൽ പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന സിനിമ, അതൊരു കമേഴ്ഷ്യൽ റിലീസ് ആകുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഫിലിം ഫെസ്റ്റിവലിന് പോയപ്പോൾ കണ്ട സിനിമയാണ്, രാജേഷ് മാധവൻ്റെ ഡയറക്ടോറിയലിൽ വന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് OTT റിലീസുകളും അതുപോലെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഫെമിനിച്ചി ഫാത്തിമ, നമ്മളാണ് ഈ സിനിമകളെ ഇല്ലാതെയാക്കുന്നത്. ഫെമിനിച്ചി ഫാത്തിമയും പെണ്ണും പൊറാട്ടും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ സമയമില്ല. ഇത് രണ്ടും മെനക്കെട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിന് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ഒരാഴ്ച തിയേറ്ററിൽ ഓടിച്ചു തന്നു നമുക്ക് വേണ്ടി. ഈ സിനിമകളും കൂടി കാണുമ്പോഴാണ് റോ ആയിട്ട് നമ്മൾ, മറ്റേത് പോളിഷ്ഡ് ആണല്ലോ, ഡയലോഗ് ഡെലിവറിയാണ്. ഇത് ഡയലോഗ് ഡെലിവറി അല്ല, ഡയലോഗാണ്. ആ സാഹചര്യത്തിലെ
അവതരണം എന്താണ്, അത് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിനിമകളെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് നിർബന്ധപൂർവ്വം ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് പല ഭാഷകളിലുള്ള പല സിനിമകൾ ഇപ്പോൾ സീരീസുകൾ കാണാൻ ഈ OTT വന്നതോടുകൂടി നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഗുണമുണ്ട്. ഇപ്പോൾ പീക്കി ബ്ലൈൻഡേഴ്സൊക്കെ കാണുമ്പോൾ പോസ്റ്റ് വേൾഡ് വാർ 1 എന്തായിരുന്നു UK എന്നുള്ളത് നമുക്കങ്ങ് മനസ്സിലാവും പലതരത്തിലും.